തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിലെ കുടിവെള്ള വിതരണത്തിൽ വൻ സാമ്പത്തിക അഴിമതി നടത്തിയെന്ന് CPM തച്ചനാട്ടുകര ലോക്കൽ കമ്മിറ്റി. ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നേതാക്കൾ പരാതി നൽകി. വിജിലൻസിന് ഉൾപ്പെടെ പരാതി നൽകുമെന്നും നേതൃത്വം അറിയിച്ചു. പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കാനായി 12 ലക്ഷം രൂപയാണ് നീക്കിവച്ചത്. എന്നാൽ അനുവദിച്ച തുകയ്ക്കുള്ള മുഴുവൻ വെള്ളവും 30 ദിവസം കൊണ്ട് തന്നെ വിതരണം ചെയ്തു എന്നാണ് കരാറുകാരൻ ഗ്രാമപഞ്ചായത്ത് അധികൃതരെ അറിയിച്ചിട്ടുള്ളത്. ഇത് തീർത്തും അവിശ്വസനീയമാണ്. കുടിവെള്ള വിതരണത്തിൽ വൻ സാമ്പത്തിക അഴിമതി നടന്നിട്ടുണ്ടെന്ന് CPM തച്ചനാട്ടുകര ലോക്കൽ കമ്മിറ്റി ആരോപിക്കുന്നു. വിഷയവുമായി ബന്ധപ്പെട്ട് നേതാക്കൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. സെക്രട്ടറിയെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവൃത്തിയാണ് നടന്നിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. കൃത്യമായിട്ട് ഒന്നുമില്ലെങ്കിൽ വാട്ടർ അതോറിറ്റി അല്ലെങ്കിൽ ഈ വെള്ളം എടുക്കുന്ന സ്ഥലത്തിന് കൃത്യമായിട്ട് ബില്ലുകൾ ഉണ്ടാക്കി, ഒന്നുമില്ലെങ്കിൽ ഈ ഒരിക്കലും ഒരു വാർഡിലും ഏതെങ്കിലും വാർഡിൽ ദിവസം വെള്ളം കിട്ടിയ ഒരു വാർഡുമില്ല. 13 ലോഡ് ഒരിക്കലും ഏത് വണ്ടിക്കാരൻ ചോദിച്ചാലും 13 ലോഡ് ഇവിടെ നിന്ന് എടുത്ത് എല്ലാ വാർഡുകളും വിതരണം ചെയ്യൽ ഒരു ദിവസം ഒരിക്കലും പോസിബിൾ അല്ലാത്തൊരു സാഹചര്യം. അപ്പൊ ഇത് ഇവരെന്ത് ചെയ്യാണ്, ഇതിൽ വലിയ രൂപത്തിലുള്ള ഒരു അഴിമതി ഇതിൽ നടന്നിട്ടുണ്ട്. 30 ദിവസം കൊണ്ട് 12 ലക്ഷം രൂപയുടെ കുടിവെള്ളം എവിടെയാണ് വിതരണം ചെയ്തത്? ഇപ്പോഴും വെള്ളത്തിനു വേണ്ടി ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണെന്ന് ഏരിയ കമ്മിറ്റി അംഗം കെ ചന്ദ്രൻ പറഞ്ഞു. മെയ് 18-ാം തീയതി വരെ കുടിവെള്ള വിതരണം, മെയ് 22-ാം തീയതി വരെ കുടിവെള്ള വിതരണം നടത്തിയെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. 12 ലക്ഷം രൂപയുടെ കുടിവെള്ള വിതരണമാണ് നടക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അത്രയും തുക പൂർണ്ണമായും വിനിയോഗിച്ചു എന്ന് ആണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഇനി ഉപയോഗിക്കണമെങ്കിൽ കൂടുതൽ ഫണ്ട് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ്. എന്നാൽ 705 ലോഡ് വെള്ളം കൊടുക്കേണ്ടിടത്ത് നമ്മുടെ തച്ചനാട്ടുകര പഞ്ചായത്തിലെ LDF ഭരിക്കുന്ന വാർഡുകളിൽ മാത്രം 39 ലോഡ് വെള്ളം ആണ് വിതരണം നടത്തിയിട്ടുള്ളത്. എന്നാൽ ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ കൂടി ഇത്രയും വലിയ തുകയ്ക്കുള്ള വെള്ളം വിതരണം നടത്തിയെന്ന് പറയുന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതിൽ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളത് എന്നാണ് പറയാനുള്ളത്. ചെത്തല്ലൂർ പ്രദേശത്തേക്ക് വെള്ളം വിതരണം ചെയ്തിട്ടില്ല. അവിടേക്ക് മാത്രമായി 6 ലക്ഷം രൂപ നീക്കിവച്ചിരുന്നു. ബാക്കി വരുന്ന 13 വാർഡുകളിലാണ് 705 ലോഡ് വെള്ളം വിതരണം ചെയ്തതെന്ന് പറയുന്നത്. ഇതിൽ ഇടതുപക്ഷത്തിൻ്റെ വാർഡുകളായ 6, 7, 11 എന്നിവിടങ്ങളിൽ ആകെ ലഭിച്ചത് 29 ലോഡ് വെള്ളം മാത്രമാണ്. ബാക്കി വരുന്ന 10 വാർഡുകളിലാണ് 676 ലോഡ് വെള്ളം വിതരണം ചെയ്തിട്ടുള്ളത്. ഇതിൽ വലിയ സാമ്പത്തിക അഴിമതിയാണ് നടന്നിട്ടുള്ളത്. വിജിലൻസിനുൾപ്പെടെ പരാതി നൽകുമെന്ന് CPM ലോക്കൽ കമ്മിറ്റി അംഗം EM നവാസ് പറഞ്ഞു. മുറിയങ്കണ്ണിയിൽ നിന്ന് വെള്ളം എടുത്ത് ഒരു വീട്ടിൽ കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കല്ല. 10-50 കുടുംബങ്ങൾക്ക് ചെറിയ ബക്കറ്റിലും കുടങ്ങളിലൊക്കെ ആയി ഒഴിച്ചു കൊടുത്ത് തിരിച്ചു വന്ന് വീണ്ടും പോയി ഈ വെള്ളം ശേഖരിക്കണം. ഇങ്ങനെ 5 ലോഡ് മാത്രമാണ് ഒരു ദിവസം ഇവിടെ കൊടുക്കാൻ വേണ്ടി കഴിയുക. പക്ഷേ ഇവരുടെ കണക്ക് വെച്ച് 13 ലോഡെങ്കിലും ഒരു ദിവസം കൊടുത്താലേ ഇവരുടെ കണക്ക് ടാലി ആവുള്ളൂ. അപ്പോൾ തീർത്തും ഇത് വലിയൊരു അഴിമതിയാണ് ഇതിൽ നടന്നിട്ടുള്ളത്. മാത്രമല്ല GPS ഘടിപ്പിച്ച 3 വാഹനങ്ങളാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് സെക്രട്ടറിക്ക് GPS-ൻ്റെ റിപ്പോർട്ട് എടുത്തപ്പോൾ ഇവർ പറഞ്ഞ കണക്ക് ടാലിയാവുന്നുണ്ട്. കാരണം ഇവർ വെള്ളം അടിക്കാതെ ഈ ടാങ്കിൽ വെള്ളം നിറക്കാതെ പലപ്പോഴും ചിലപ്പോൾ ഈ GPS വാഹനം വെറുതെ പഞ്ചായത്തിലൂടെ കടന്ന് ഓടിയിട്ടുണ്ടാവും. അതിൻ്റെ പരമായി കൊണ്ടാണ് GPS-ൽ ഇത് കാണിക്കുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ലഭിക്കേണ്ട കുടിവെള്ള പദ്ധതിയിൽ ലക്ഷങ്ങളുടെ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഇത് സൂചന മാത്രമാണ്. സെക്രട്ടറിയോട് ഞങ്ങൾ പരിശോധിച്ചിട്ട് മാത്രമേ അതിൻ്റെ ഫയൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. വിജിലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് പരാതിയുമായിട്ട് CPIM മുന്നോട്ട് പോകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പഞ്ചായത്ത് അംഗങ്ങളായ AK വിനോദ, ശ്രീവിദ്യ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ K രാമചന്ദ്രൻ, CP ബാലസുബ്രഹ്മണ്യൻ, P രാധാകൃഷ്ണൻ, ഷഹീർ അലി നറുക്കോട്, C ഹംസ എന്നിവർ ചേർന്നാണ് സെക്രട്ടറിക്ക് പരാതി നൽകിയത്. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.